ഇലക്ടറൽ ബോണ്ട് വിവരങ്ങൾ ഇന്നലെ SBI വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയിരുന്നു. അത് കണ്ടവർക്ക് അത്ഭുതമൊന്നും തോന്നിക്കാണില്ല. മൊത്തം ബോണ്ടിൻ്റെ ഏതാണ്ട് പകുതിയോളം, അതായത് 47% കൈപ്പറ്റിയത് BJP തന്നെയാണ്. എന്നാൽ പ്രതീക്ഷകൾക്ക് വിപരീതമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളിക്കൊണ്ട് രണ്ടാമതെത്തിയത് തൃണമൂൽ കോൺഗ്രസ്സാണ്. ഇന്ത്യൻ കോർപ്പറേറ്റുകൾക്ക് തൃണമൂലിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇപ്പോഴും താൽപ്പര്യമുണ്ട് എന്നാണ് അത് വ്യക്തമാക്കുന്നത്. 3ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്ന കോൺഗ്രസിന് മൊത്തം ബോണ്ടിൻ്റെ 11.5% മാത്രമാണ് കിട്ടിയത്. തൃണമൂൽ അടക്കമുള്ള വലിയ പ്രാദേശിക പാർട്ടികൾക്ക് കൈനിറയെ ബോണ്ടുകൾ കിട്ടിയിട്ടുണ്ട്. വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ആരോപിച്ച് ED റെയ്ഡും നിയമ നടപടികളും ആരോപിക്കപ്പെട്ട പല കമ്പനികളും BJPയെ കൈയഴിഞ്ഞു സഹായിച്ചിട്ടുണ്ട്, കോടികൾ വാരി കൊടുത്തിട്ടുണ്ട്. മോദിജി പ്രഖ്യാപിച്ച കള്ളപ്പണത്തിനെതിരെയുള്ള യുദ്ധം ഇപ്പോൾ എത്തി നിൽക്കുന്നത് കള്ളപ്പണം എങ്ങനെ വൈറ്റ് മണിയാക്കാം എന്നതിലാണ്. കേരളത്തിൽ നിന്ന് കിറ്റെക്സും ലുലു ഗ്രൂപ്പും മുത്തൂറ്റും മനോരമയുടെ MRFും അടക്കം മുൻനിര കോർപ്പറേറ്റുകളും ഒട്ടേറെ ബോണ്ടുകൾ വാങ്ങിയിട്ടുണ്ട്. CPM എന്ന പാർട്ടിയാണ് ഇലക്ടറൽ ബോണ്ട് വിഷയത്തിൽ നിയമ പോരാട്ടം നടത്തി ഈ കാണുന്ന വിവരങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചത്. SBI വെബ്സൈറ്റിലെ ഫയലിൽ കമ്മ്യൂണിസ്റ്റ് എന്ന് സെർച്ച് ചെയ്താൽ നോ റിസൾട്ട് കാണാം. കേരളത്തിൽ തുടർച്ചയായി 10 വർഷമെങ്കിലും ഭരണത്തിൽ ഉണ്ടാകുന്ന പാർട്ടി എന്ന നിലയിൽ ചുരുങ്ങിയത് കുറേ കോടികൾ തന്നെ ഈ ഫണ്ടിലേക്ക് വരാമായിരുന്നു. അത് ചെയ്തില്ലെന്ന് മാത്രമല്ല, നിയമ പോരാട്ടം നടത്തി സംഗതി മൊത്തത്തിൽ പരസ്യമാക്കുകയും ചെയ്തു. രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള സംഭാവന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ബോണ്ടുകൾ ആയി നൽകാം എന്ന് 2019 BJPയാണ് നിയമം കൊണ്ടുവന്നത്. ബോണ്ടുകളായി സംഭാവന നൽകുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വാങ്ങുന്ന രാഷ്ട്രീയ പാർട്ടികൾ വെളിപ്പെടുത്തേണ്ട കാര്യമില്ല. ബോണ്ട് സിസ്റ്റത്തിന് മുമ്പ് ആയിരുന്നെങ്കിൽ 20,000 രൂപയിൽ കൂടുതൽ വാങ്ങുന്ന തുകകൾ ചെക്കായോ DD ആയോ മാത്രമേ വാങ്ങാൻ പറ്റുമായിരുന്നുള്ളൂ. അങ്ങനെയുള്ള സംഭാവനകളുടെ ഡീറ്റെയിൽസ് ഓരോ വർഷവും ഇലക്ഷൻ കമ്മീഷനെ സമർപ്പിക്കുകയും വേണം. ബോണ്ട് വഴിയാണ് കൊടുക്കുന്നതെങ്കിൽ ഒരു വിവരവും എവിടെയും കാണിക്കുകയും വേണ്ട. ആ ഗ്യാപ്പിലാണ് BJP ശതകോടികൾ വാങ്ങിക്കൂട്ടിയത്. സംഭാവന കൊടുക്കാത്തവരെ CBI, ED, IT വകുപ്പുകൾ ഉപയോഗിച്ച് പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. കേരളത്തിൽ മുത്തൂറ്റുകാർ ബോണ്ട് നൽകിയിരുന്നു. അവർക്കെതിരെ റെയ്ഡൊന്നും ഉണ്ടായില്ല. അതേ ബിസിനസ് ചെയ്യുന്ന മണപ്പുറം ഫൈനാൻസ് ബോണ്ട് നൽകിയില്ല. കഴിഞ്ഞ മെയ് മാസത്തിൽ മണപ്പുറം ഫൈനാൻസിൽ ED റെയ്ഡ് നടന്നു. മണപ്പുറം MD നന്ദകുമാറിനെതിരെ FIR ഇട്ട് അയാളുടെ പേരിലുണ്ടായിരുന്ന 2,900 കോടിയുടെ ഓഹരി ED ഇടപെട്ട് ഫ്രീസ് ചെയ്തു. പിന്നീട് അയാൾ ഹൈക്കോടതിയിൽ പോയാണ് ആ FIR ക്വാഷ് ചെയ്യിച്ചത്. റെയ്ഡ് നടത്തിയ പിറ്റേന്ന് മുതൽ മണപ്പുറം ഓഹരികൾ ഷെയർ മാർക്കറ്റിൽ ഇടിഞ്ഞു വീണു. എന്നാൽ FIR ക്വാഷ് ചെയ്യിച്ചതോടെ അവരുടെ ഷെയർ വീണ്ടും കയറി വന്നു. ഇപ്പോൾ മാതൃഭൂമി പത്രത്തിൽ പറയുന്നത് CPMന് ഒന്നും ലഭിച്ചില്ല എന്നാണ്. CPM വാങ്ങിയില്ല എന്നതാണ് സത്യം. ലഭിക്കാത്തതും വാങ്ങാത്തതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇലക്ട്രൽ ബോണ്ട് വാങ്ങില്ല എന്നത് CPMും CPIയും എടുത്ത തീരുമാനമാണ്. ഇരു പാർട്ടികളുടെയും നയമാണത്. ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ സുപ്രീം കോടതിയിലെ പ്രധാന വാദി CPMമാണ്. ആ പാർട്ടിയുടെ നിയമ പോരാട്ടത്തിന് മുന്നിലാണ് കേന്ദ്ര സർക്കാരിനും SBIക്കും നിരുപാധികം കീഴടങ്ങേണ്ടി വന്നത്. ആ വാർത്ത പോലും മുഖ്യവരാണ് ഇവിടുത്തെ പ്രധാന മാധ്യമങ്ങൾ. അപ്പോൾ വാങ്ങിയില്ല എന്നത് മറച്ചുവെച്ച് ലഭിച്ചില്ല എന്ന തലക്കെട്ട് നൽകുന്നതിൽ അത്ഭുതമില്ല. ഈ ബോണ്ട് എന്നത് ഭരിക്കുന്ന പാർട്ടികൾക്ക് കൈക്കൂലി പോലെ കൊടുക്കുന്ന സിസ്റ്റം തന്നെയാണ്. വലിയ കമ്പനികളിൽ നിന്നും സംഭാവന വാങ്ങുന്നത് സുപ്രീം കോടതി നിരോധിച്ചപ്പോൾ അതിന് പകരം കണ്ടെത്തിയ ഒരു പരിപാടിയാണ് ബോണ്ടുകൾ. CPMൻ്റെ ഉറച്ച നിലപാടും വിട്ടുവീഴ്ചയില്ലാത്ത നിയമ പോരാട്ടവും കാരണം ഇപ്പോൾ ആരെല്ലാമാണ് ആയിരക്കണക്കിന് കോടികൾ ഇന്ത്യയുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകിയത് എന്ന വിവരം പുറത്തു വന്നിരിക്കുകയാണ്.